ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. മാർക്കോ പണ്ടൊരിക്കല് ഉണ്ണിമുന്തൻ പറഞ്ഞിട്ടുണ്ട് ആളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷൻസ് ആണ്. ആള് കുറച്ച് നാള് ഫാമിലി ഓറിയന്റഡ് മൂവി ചെയ്തപ്പോ എല്ലാവരും പുള്ളിനെ കളിയാക്കി. അതായത് സമാജം സ്റ്റാർ, ഒരിക്കലും പുള്ളിനെ ഒരു ഫാമിലി സ്റ്റാർ എന്ന് വിളിച്ചുള്ള കളിയാക്കിക്കൊണ്ട് അങ്ങനെ കുറെ വിളിച്ചിട്ടുണ്ട്. ഈവൻ മേപ്പടിയാൻ, ഷെഫീഖിന് സന്തോഷം, പിന്നെ മാളിയപ്പുറം, അങ്ങനെയുള്ള ബാക്ക് ടു ബാക്ക് കുറെ മൂവീസ് ചെയ്തു. അതിനെല്ലാത്തിനും പുള്ളി അന്ന് പറഞ്ഞിരുന്നു പുള്ളിക്ക് പറ്റണ പുള്ളിയുടെ ഏറ്റവും കംഫർട്ടബിൾ പറ്റണ ഒരു റോളായിരിക്കും മാർക്കോ. അന്ന് പറഞ്ഞത് പുള്ളി വാക്കുകൊണ്ട് അക്ഷരം പ്രതി പാലിച്ചേക്കുവാണ്. മാർക്കോ എന്നുള്ള ഒരു ബെഞ്ച് മാർക്കാണ്. ഇവൻ നിങ്ങൾ ജോൺ വിക്ക് സിനിമ കണ്ടാണെങ്കിൽ ജോൺ വിക്കിന്റെ 1, 2, 3, 4 സീരീസിൽ 4 സീരീസ് ഇറങ്ങിയേക്കണേൽ ഏറ്റവും ബ്രൂട്ടലായിട്ട് വന്നേക്കണ ഏത് സീരീസാണ് നിങ്ങൾക്ക് തോന്നിയത്, അതിന്റെ എക്സ്ട്രീം വെർഷനിൽ പോയേക്കണ ഒരു സിനിമയായിരിക്കും മാർക്കോ. ഇത് ഇവിടെ സർട്ടിഫൈ ചെയ്തല്ലോ എന്നുള്ളതിന് വലിയൊരു കാര്യമാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് 18 ഇയേഴ്സിന് താഴെയുള്ളവർ വന്ന് ഈ സിനിമ കാണാറെന്ന് പറഞ്ഞത് എന്താ വെച്ചാല് 18 ഞാൻ കണക്ക് കൂട്ടണല്ല, ഒരു 15, 14 ആ ഒരു റേഞ്ചിലുള്ളവർ വന്ന് സിനിമ കാണരുത്. കാരണം എന്താ വെച്ചാൽ അവരെല്ലാവരും ചിലപ്പം പേടിക്കുക മാത്രമല്ല, ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് വരെ ആവാം. പേടിക്കാൻ ഒത്തിരി ഉണ്ട്. മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് ദഹിക്കാത്ത കുറേന്ന് വെച്ചാൽ അതേ ഉള്ളൂ, ആ സീൻസേ ഉള്ളൂ, മനസ്സിന് ദഹിക്കാത്ത സീനുകളേ ഉള്ളൂ. ഇതിനകത്ത് ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചുള്ള കുട്ടികളോട്, പെണ്ണുങ്ങളോട്, അമ്മമാരോട്, പെങ്ങന്മാരോട്, എല്ലാവരോടും ആ വില്ലന്മാര് കാണിച്ചേക്കണ രീതി മീൻസ് അതായത് ജനിച്ച കുട്ടിയോട് വരെ കാണിച്ചേക്കുന്ന രീതികൾ ഒരേ രീതിയിലുള്ള ഒരു വയലേഷനാണ് കാണിച്ചേക്കണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൂവിയിൽ അതിന്റെ നായകൻ ആ വില്ലന്മാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു മൈൻഡും കൂടി ഈ പടത്തിലുണ്ട്. അവർക്ക് അവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിരിക്കും അവരുടെ കുടുംബം. അത് തന്നെയാണ് ഈ പടത്തിന്റെ ബേസ് സ്റ്റോറി. കാണിച്ചേക്കണതും അത് തന്നെയാണ് ഈ പടത്തിൽ കാണിച്ചേക്കണതും, ത്രൂ ഔട്ട് കാണിച്ചേക്കണത്. നമ്മൾ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരാളെ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഫാമിലിയിൽ ഒരാളെ തൊട്ടാൽ എന്താണോ നമ്മൾ ചെയ്യുക, നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത്, അത് എക്സ്ട്രീം വെർഷനായിട്ട് ഈ പടത്തിൽ ത്രൂ ഔട്ട് കാണിച്ചേക്കണം. ഉണ്ണിമുകുന്ദൻ ഹാറ്റ്സ് ഓഫ് മാൻ. ഇനി പുള്ളി സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ. മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത, അതായത് കില്ലെന്നുള്ള സിനിമയൊക്കെ ഒന്നുമല്ല ഈ പടത്തിന് മുമ്പിൽ, ഒന്നുമല്ല. പിന്നെ ഈ പടം ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ വെച്ചിട്ടാണ് ഇവൻ ഷൂട്ടിംഗ് തുടങ്ങിയത് പോലും. ഡേ 1 ഓഫ് ഷൂട്ടിംഗ് മുതൽ അവർ പറയുന്നുണ്ട് ഇത് ഇന്ന കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പനക്കട്ടി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കണ്ടാൽ മതി, വന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ എന്താണെന്നർത്ഥം അറിയാൻ വേണ്ടി പോണവര് പലരും കണ്ണു കൊത്തിയിരിക്കേണ്ടി വരും. അതുപോലത്തെ സീനുകൾ. പക്ഷെ പടം പ്യുവർലി നമുക്കൊരു ത്രൂ ഔട്ട് എന്റർടൈനർ. നയൻ വില്ലനെ കൊല്ലും, അല്ലെങ്കിൽ നയൻ അതെങ്ങനെ കൊല്ലുന്നു മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എങ്ങനെ ആ നായകൻ വില്ലനെ കൊല്ലുന്നു, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ അവർ ഉപയോഗിക്കുന്നു. ഈവൻ ഇംഗ്ലീഷ് സിനിമയിലെ ജോക്കർ എന്നുള്ള സിനിമയിലെ വൈ സോ സീരിയസ് അതുവരെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ, കുറേ മൈന്യൂട്ടായിട്ട് കുറേ കാര്യങ്ങൾ. ഇപ്പൊ ആനിമൽ എന്നുള്ള സിനിമയല്ല ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫൈറ്റ് സീൻ പോലെ തന്നെ റിസംബ്ലൻസ് ഉള്ള ഫൈറ്റ് സീൻ ഉണ്ട്. ഇതിനകത്ത് എന്താണ് വ്യത്യാസം ഉള്ളത് നിങ്ങൾ കണ്ടറിയണം. കണ്ട് മാത്രം നമുക്ക് അതിന്റെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള സിനിമയിൽ വന്നേക്കണേല് ടോപ്പ് നോച്ച്. കാശ് വാരി വിതറിയിട്ടുണ്ട് ഷെരീഫ് പ്രൊഡ്യൂസർ. കാശ് വാരി ഇറങ്ങിട്ടുണ്ട്. കാരണം 30 കോടി കണ്ട ബഡ്ജറ്റ്. ഈ പടം അതിനുള്ളത് ഉണ്ടളിയാ, അതിന് മേലെ ഉണ്ട്. പടത്തിന്റെ ഉണ്ണി ലാസ്റ്റ് ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് OTT-യിലേ വരുള്ളൂ. കാരണം സെൻസർ ബോർഡ് കുറേ സാധനങ്ങൾ കത്രിക വെച്ചു. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇത് തന്നെ കണ്ടിട്ട് നമുക്ക് കിളി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എക്സ്റ്റൻഡഡ് വെർഷൻ എന്തായിരിക്കും എന്നുള്ളത് OTT-യിൽ ഇറങ്ങുമ്പോൾ ഒന്നും കൂടി കാണണം. ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ഹൗസ്ഫുൾ ആയിരിക്കും. കാരണം വെക്കേഷൻസ് ആണ്, സ്കൂൾ കോളേജ് പിള്ളേർ എല്ലാവരും വെക്കേഷൻസ് ആണ്. പല സ്ഥലങ്ങളിലും 18 വയസ്സ് താഴെയുള്ളവർക്ക് ടിക്കറ്റ് കിട്ടണൊക്കെ ഉണ്ട്, അവർ കണ്ടോട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതൊരു സിനിമയാണ്. അൾട്ടിമേറ്റ്ലി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചേക്കനാണ്, അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പിന്നെ
ഇനി ആരും ഉണ്ണിമുന്തിനെ സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് കളിയാക്കാനോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കളിയാക്കാനോ നിൽക്കണ്ട. ആള് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആൾ എന്താണ് കേപ്പബിള്. ആൾക്ക് ഏത് സ്റ്റേജിലാണ് ഏത് ലെവലിലാണ് പുള്ളിയുടെ സെറ്റ് ചെയ്തേണ്ട ബെഞ്ച് മാർക്ക് എന്നുള്ളത്. KGF ആ വക സിനിമകൾ ഒന്നും എന്റെ മുമ്പിൽ ഒന്നുമല്ല. മീൻസ് അതൊക്കെ വേറെ അതിലുള്ള ഫൈറ്റ് സീക്വൻസോ ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസ് പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത് ഉണ്ണിമുന്തിന്റെ ഫിറ്റ്നസ്, അൾട്ടിമേറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളികപ്പുറത്തിൽ പുള്ളി ഒരു കുളിച്ച് പൊങ്ങി പറഞ്ഞ ഒരു സീനുണ്ട് വയറൊക്കെ ചാടിയിട്ട്. ആ ഉണ്ണിമുന്തിനല്ല ഇതിനകത്ത്. അൾട്ടിമേറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫിറ്റ്നസ്. ഫിസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എന്റെ പൊന്നിന്റെ ചക്കര അതുപോലത്തെ. കാരണം എനിക്ക് ഫിസിക്കുള്ള നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ഭയങ്കര കേപ്പബിലിറ്റി ആയിരിക്കും, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണതിൽ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. ഇതിനകത്ത് ആ ഒറിജിനാലിറ്റിയുടെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഒറിജിനാലിറ്റിയേ ഉള്ളൂ. ഒരു പഞ്ച് ഇടിക്കുന്നതൊക്കെ ശരിക്കും ഇടിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും ഇടികളുണ്ട് ഫീൽ ചെയ്യും. കാരണം അതുപോലത്തെ ഇതാ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അത് ഡയറക്ട് ചെയ്ത ഡയറക്ടർ എല്ലാവരുടെയും കഴിവുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നായകൻ ഫിസിക്ക് ഉള്ളതുകൊണ്ടാണ് അത് അത്രയും ഫീൽ ചെയ്യണത്. വില്ലനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് മാർക്കോ. ആളെ എന്ന് ഇത്രയും കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഹനീഫ് അദേനിയുടെ മിടുക്ക് തന്നെയാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഡയറക്ടർ ഹാറ്റ്സ് ഓഫ് ആണ്, നായകൻ ഹാറ്റ്സ് ഓഫ് ആണ്, പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ സിനിമയ്ക്ക് മാർക്കോയ്ക്ക് മേലെ ഉണ്ടോ എന്നാണ് അടുത്തൊരു 10 വർഷം ഗ്യാരണ്ടി ചോദിക്കാൻ പോണത്. അടുത്തൊരു 10 വർഷം ഗ്യാരണ്ടി മാർക്കോയ്ക്ക് മേലെ ഉണ്ടോ അന്ന് ചോദിക്കുള്ളൂ. അത് നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് മൈ വേർഡ്സ്. മാർക്കോയ്ക്ക് മേലെ ഉണ്ടോ എന്നാണ് അടുത്തൊരു 10 വർഷം ചർച്ച ചെയ്യുള്ളൂ. തിയേറ്ററിൽ നിങ്ങൾ കണ്ടറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജോൺ വിക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ വരണ ആക്ഷൻസ് മൂവീസ് ഇങ്ങനെ പല ആക്ഷൻസ് മൂവീസ് വന്ന് കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം ഇത് മലയാള സിനിമയാണ്, നമ്മുടെ സിനിമയാണ്, നമ്മുടെ ലാംഗ്വേജിൽ ഇറങ്ങിയേക്കണ സിനിമയാണ്, നമുക്ക് ചർച്ച ചെയ്യാനുള്ള സിനിമയാണ്. അൾട്ടിമേറ്റ്ലി ഇത് നമ്മുടെ സിനിമയാണ്. കണ്ടിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് താഴത്തുനിന്ന് കമന്റ് ചെയ്യുക. പരമാവധി ആളുകൾക്കൊന്ന് എത്തിക്കുക. എൻ്റെ റിവ്യൂ തന്നെ എത്തിക്കണം എന്നില്ല. കോക്കിട്ടണ റിവ്യൂ ആയാലും ഷസാം ഇട്ടണ റിവ്യൂ ആയാലും ആരിട്ടണ റിവ്യൂ ആയാലും സംഭവം എത്തിക്കുക. കാണാത്തവരിലേക്ക് അതിൻ്റെ ഫീൽ എത്തിക്കുക. കാണുക, ആസ്വദിക്കുക. അതാണ് സിനിമ. ബൈ. കുറച്ച് പേരുടെ ആഡ് ഓൺ ചെയ്യാണ്ട് ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റും. ആസ് ഒരു കാർ എന്തൂസിയാസിസ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി ടൈപ്പ് സൂപ്പർ കാഴ്സ്, അതായത് ഓൾഡ് ജെൻ അല്ല, എല്ലാം ന്യൂ ജെൻ സൂപ്പർ കാഴ്സ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആക്ടേഴ്സിനെ സൈഡ് നോക്കുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടനൊക്കെ, അതായത് അപ്പുക്കുട്ടൻ ഒരു ക്യാരക്ടർ അവതരിച്ച ജഗദീഷ് ചേട്ടനാണോ ഇതിനകത്ത് വന്നേക്കണത് എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും കണ്ടു കഴിയുമ്പോൾ. കാരണം എക്സ്ട്രീം സൈഡ് ഓഫ് ജഗദീഷ് ചേട്ടൻ. പിന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വന്നേക്കണത് ഷമ്മി തിലകന്റെ മോൻ അഭിമന്യു ഷമ്മി തിലകൻ. ആളും ഒരു മാരക പെർഫോമൻസ്. പിന്നെ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ടുണ്ട്, എന്താ പുള്ളിയുടെ പേര്, അത് സെക്കൻഡ് ഹാഫ് ഫുള്ള് പുള്ളിയാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ അങ്ങ് പീക്ക് വയലൻസ്. സെക്കൻഡ് ഹാഫ് പീക്ക് വയലൻസ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിചാരിക്കും ഇത് നോർമൽ ആയിട്ടൊരു വയലൻസിലാണല്ലോ പോണെന്ന് വിചാരിക്കും. സെക്കൻഡ് ഹാഫിൽ പീക്ക് വയലൻസ്. ഇതിന്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി OTT ഇറങ്ങുമ്പോഴേ നമുക്ക് ഇതിന്റെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു വയലൻസ് കൂടി കാണാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഇനി അവർ കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന സാധനം കാണാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. ആ പടത്തിന്റെ കുറെ ഷോർട്സ് ഒക്കെ ഉണ്ട്. എന്റെ പൊന്നു, നമ്മള് നമുക്ക് ആ ഒരു സാധനം വരും. അത് അഡ്രിനാൽ റഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കുറഞ്ഞു പോകും. അതല്ല നമുക്ക് അങ്ങോട്ട് ആ ഒരു സാധനം നമുക്ക് അങ്ങോട്ട് വരും. എന്റെ പൊന്നു, പടം എടുത്തു വച്ചേക്കണ രീതി ആ പടത്തിൽ എൻട്രവേ അതുപോലത്തെ സംഭവം ആ പടത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പടം പോണ പോക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് ഫീൽ ചെയ്ത് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീണ്ടും പറയണത്. നിങ്ങൾക്കത് ഫീൽ ചെയ്തെങ്കിൽ കണ്ടാൽ മാത്രം ആ സാധനം ഫീൽ കിട്ടുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് മറ്റേ KGF ഒക്കെ ചെയ്ത പുള്ളിയില്ലേ, രവി ബസ്റൂർ. ആ പുള്ളി പടത്തിന്റെ ഒരു ഒഴുക്കിനെ തന്നെ മ്യൂസിക്
അങ്ങ് പിച്ചുണ്ട്, അങ്ങ് ടോപ്പ് ലെവലിലെ പിച്ചാണ്. പടം എല്ലാം ടോപ്പാണ് മൊത്തത്തിൽ. അതിന്റെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രഫി, അതിന്റെ ഡയറക്ടറിൽ ആക്ടേഴ്സ് അഭിനയിച്ചേക്കണ, അതായത് എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ട് ഈ പടത്തിൽ കാണാനുണ്ട്. അത് എല്ലാവരും എടുത്തതിന്റെ, ഇവൻ ഡയറക്ടർ ഹനീഫ് അദേനി എടുത്തതിന്റെ, പ്രൊഡ്യൂസർ ഇത്രയും കാശ് മുടക്കിയതിന്റെ, ഉണ്ണിമൂന്തൻ ഇത്രയും കഷ്ടപ്പെട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തു 1.5 കൊല്ലം 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ആക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് എല്ലാം ഈവൻ ത്രൂ ഔട്ട് എല്ലാ പടത്തിലെ ഓരോ ആക്ടേഴ്സ് സഫർ ചെയ്തേക്കണതിന്റെ ഈ പടത്തിന്റെ റിസൾട്ടിലുണ്ട്. അപ്പൊ പടം ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. ടെക്നിക്കലി ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പസ്റ്റ് ഓഫ് ദ ടോപ്പസ്റ്റ്. മലയാളം സിനിമയിൽ ഇതുപോലത്തെ ഒരു പടം ഇനി വരത്തൂല്ല, ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടായിട്ടുമില്ല. ടെക്നിക്കലി ടോപ്പ് നോച്ച്, അതുപോലെ അത് ലെവലിലാണ്. ഈ ഹെഡ് കഴുത്തൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന സീനൊക്കെ ഉണ്ട്. കഴുത്തൊക്കെ കട്ട് ചെയ്ത്, അല്ലെ കൈ കട്ട് ചെയ്ത്, അത് സ്ലാഷ് അങ്ങനെ ജസ്റ്റ് കട്ട് സ്ലാഷ് ഷോട്ട്, റൈഫിൾ ഷോട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ അതെല്ലാം നമ്മൾ ബേസിക് എല്ലാ സിനിമയിലും കാണുന്നതാണ്. വെടി വയ്ക്കുമ്പോൾ ചോര ചീറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് എടാ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇവിടെ വെച്ച് ഇങ്ങനെ കീറിയിട്ട് അതുണ്ട്. പിന്നെ മറ്റേ ജോക്കർ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈസോ സീരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇവിടെ ആ ഒരു പെണ്ണിന്റെ അറിയണം, ഒരു അമ്മയുടെ ഇങ്ങനെ കീറിയിട്ട് ചിരിക്കി, എന്തിനിങ്ങനെ വിഷമിക്കണമെന്ന് പറഞ്ഞ് ചിരിക്കുന്ന പറഞ്ഞ് ഇവിടെ കീറി, അത് അവിടെ കണ്ടേക്കണ സിനിമ ആ സാധനമൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാഫില് കുറേ ക്രൂരകൃത്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വരണ്ട്. അതിന്റെ ഒരു മാലപ്പടക്കം പോലെയാണ് ഇങ്ങനെ വന്നത്. അതില് കുട്ടികളോടുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അതെങ്ങനെയാ പറയാ, അത് പറയാൻ പറ്റില്ല. കാരണം പറയുമ്പോൾ പോലും അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനങ്ങള്. ഒരു കൊച്ചിന്റെ ഗ്യാസിന്റെ കുറ്റിയൊക്കെ തലക്കടിച്ച് ചതക്കണ സീനൊക്കെ ഉണ്ട്. അതൊക്കെ അതിനൊക്കെ തിരിച്ച് പ്രതികാരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് ഈ പടത്തില് അതാ ഡയറക്ടറിന്റെ കഴിവാണ്. ആരെയും കുറിച്ച് പറയാൻ പറ്റില്ല, ഈ പടത്തിൽ ആരെയും കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അതുപോലത്തെ സിനിമ, പൊന്നുപോലത്തെ സിനിമ എന്ന് പറയില്ലേ. പ്രായം അവർക്ക് ദഹിക്കുമെന്ന് എനിക്കറിയില്ല, ദഹിക്കാൻ ചാൻസ് വളരെ കുറവാണ്. തീരെ കുട്ടികൾക്കും കാണാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്തുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വയസ്സിന് മേലുള്ള പിള്ളേർക്കും ഒരു 40 വയസ്സിന് താഴെയുള്ളവർക്കും മാത്രമാണ് ഈ സിനിമ കാറ്റഗറി ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അവർക്കാണ് അത് കണക്ട് ആവുള്ളൂ. അപ്പൊ നമ്മളാണ് ഈ സിനിമ കാണേണ്ടത്.